ജില്ലയിലെ വിവിധയിടങ്ങളിൽ മുന്നണി നേതാക്കൾ വോട്ടുകൾ രേഖപ്പെടുത്തി. വിജയപ്രതീക്ഷയുമായി സ്ഥാനാർത്ഥികൾ. LDF സർക്കാരിന്റെ ജനക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കടപ്പുറം പഞ്ചായത്ത് 5-ാം വാർഡ് സുല്ലമുൽ ഇസ്ലാം മദ്രസയിൽ വോട്ട് രേഖപ്പെടുത്തി TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFന് വോട്ട് ചെയ്യാൻ ജനങ്ങൾ വലിയ ആവേശത്തോടെ എത്തുന്ന കാഴ്ചയാണ് ബൂത്തുകളിലെന്നും ജില്ലയിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ വാർഡ് 4-ൽ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ ബൂത്ത് 1-ലാണ് ചേലക്കര MLA UR പ്രദീപ് വോട്ട് രേഖപ്പെടുത്തിയത്. ഈ തവണയും വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടത് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് MLA പറഞ്ഞു. കുന്നംകുളം MLA AC മൊയ്തീൻ വടക്കാഞ്ചേരി കല്ലമ്പാറ MNDS സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും ഇടതുപക്ഷത്തിന് വൻ ഭൂരിപക്ഷമായിരിക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ് കുഴൂർ പഞ്ചായത്തിലെ കാക്കുളിശ്ശേരി 2-ാം വാർഡിൽ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് UDF മികച്ച വിജയം നേടുമെന്ന് ജനീഷ് പറഞ്ഞു. മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനലാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെന്നും അദ്ദേഹം പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7-ാം വാർഡ് 1-ാം ബൂത്തിൽ ഭാര്യ മല്ലികയുമായി എത്തി വോട്ട് ചെയ്തു. ഇടതുമുന്നണി കേരളത്തിൽ 3-ാം വട്ടവും ഭരണത്തിൽ വരുമെന്നതിന് മുന്നോടിയായുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടുമെന്ന് മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ തരംഗമെന്നും ഫാസിസത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും VR സുനിൽകുമാർ MLA പറഞ്ഞു. കയ്പമംഗലം MLA ET ടൈസൺ എടവലങ്ങ് കാര സെന്റ് ആൽബന സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് MLA പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നീലക്കമ്പാറ വാർഡിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഫ്രീ പ്രസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ സമാനതകളില്ലാത്ത വികസനം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് NK അക്ബർ MLA പറഞ്ഞു. ചാവക്കാട് നഗരസഭ 11-ാം വാർഡ് പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുക്കാട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും LDF ഭരിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. പുലക്കാട്ടുകര LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് പുലക്കാട്ടുകര സ്കൂളിലും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തലോർ ദീപ്തി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് TCV.